അമേരിക്ക ശരിക്കും പറഞ്ഞാൽ അബദ്ധത്തിൽ പെട്ടിരിക്കുകയാണ്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഒരു 1 1/2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ ബ്രദർഹുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം, വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ് അമേരിക്ക എടുത്തത്. അതായത് അവരെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് അമേരിക്കയുടെ ഉള്ളിൽ നിറവേറ്റിയത്. പക്ഷേ അമേരിക്ക പൊതുവിൽ മൊത്തത്തിൽ നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ നടപ്പിലാക്കിയില്ല. നടപ്പിലാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വന്നത്. പക്ഷേ ലാസ്റ്റ് വീക്ക് ഫ്ലോറിഡയിൽ ഈ ബ്രദർഹുഡിനെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ തുടരെ എല്ലാ സ്റ്റേറ്റുകളിലും ഈ നിയമം നടപ്പിലാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അറിയാം. അറിയാത്ത വിഷയങ്ങളൊന്നുമല്ല. ഇതിനകത്തിപ്പോൾ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ബ്രദർഹുഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് സിറിയ. ആ സിറിയയിലാണ് ശരിക്കും അമേരിക്ക വളരെയധികം ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ തലപ്പത്തിരിക്കുന്ന സിറിയയുടെ അഹമ്മദ് അൽ ഷാറയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ലോക നേതാവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അയാൾക്ക് വേണ്ട രീതിയിലുള്ള സകല സംവിധാനങ്ങളും, മിലിറ്ററി ടാങ്കുകൾ, ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഇറക്കി കൊടുത്തുകൊണ്ട് അമേരിക്ക വളരെയധികം കൈ അയച്ചുള്ള ഒരു സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തീവ്രവാദിക്കാണ് ഈ സഹായം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതേ സാഹചര്യത്തിൽ ഇത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തീവ്രവാദങ്ങൾക്കും, പ്രത്യേകിച്ച് ഇസ്ലാമികപരമായിട്ട് നടത്തുന്ന എല്ലാ തീവ്രവാദങ്ങൾക്കും ബേസിക് റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ബ്രദർഹുഡാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന അതായത് ചെറിയ പ്രായം മുതൽ ഇസ്ലാമിക കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതികൾ എങ്ങനെയാണ്, അവരിൽ എങ്ങനെയാണ് ഈ മതം ഇഞ്ചക്ട് ചെയ്യേണ്ടത്, ഇതുമാതിരി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം തന്നെ ഈ പാഠപുസ്തകങ്ങൾ വരെ ഇറക്കി കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്ന യുവമാരാണ്. ഈ നമ്മളിങ്ങനെ ഒരു വാക്കുകൊണ്ട് ബ്രദർഹുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു വാക്കിൽ ഒതുങ്ങുന്ന കാര്യമല്ല. അത് ശരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ഇൻഫാക്ട് നമ്മുടെ നാട്ടിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചുകൊണ്ടിരുന്ന സാക്കിർ നായിക്ക് വരെ ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലുപരി കേരളത്തിനുള്ളിലും ഇതിന്റെ ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഓരോരുത്തരെയും നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ട് മതപരമായി ആരെയും നമ്മൾ വിമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇത് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചില പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദം നടപ്പിലാക്കുന്ന ആൾക്കാരും ഇതേ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ നിന്നും കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ആൾക്കാരും ഇതേ സംഘടനയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇതേപോലെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് NGO ത്രൂ പൈസ മേടിക്കുന്നൊക്കെ പറയുന്നതൊക്കെ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന NGO സംഘടനകളാണ് ഇതൊക്കെ. ഇത് വലിയ രീതിയിൽ മതപ്രചരണം നടത്തണം എന്നുള്ള രീതിയിൽ ഇസ്ലാമികവൽക്കരണം, അതാണ് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിൽ ഊന്നിയാണ് ഇവരുടെ പ്രവർത്തനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമൻ എംപററിന്റെ അവസാന കാലഘട്ടത്തോടു കൂടി, അതായത് ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം അവസാനിച്ച് പോകാൻ ഇടയാവരുത്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി, അതായത് എല്ലാവരും ഡെമോക്രസിയിലേക്ക് മാറുന്നു, അപ്പോൾ ഇതുകൊണ്ട് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദീൻ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയിൽ രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ ബ്രദർഹുഡ് സംഘടന. അതിലുപരിയായിട്ട് ഇതിനകത്ത് വഹാബിസം, അതേപോലെ തന്നെ സലഫിസം, ഇങ്ങനെയൊക്കെ പല സെക്റ്റുകളുണ്ട് ഇതിനകത്ത്. എനിവേ, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോയിട്ട് ഒരു ക്ലാസ് തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം തീക്ഷ്ണതയോടുകൂടി ഇത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ സിറിയയ്ക്കുള്ളിൽ ഒരു വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ അൽ തനഫ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം, ഈ ലൊക്കേഷൻ ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന അൽ തനഫ് എന്ന് പറയുന്ന സ്ഥലം, ഈ സ്ഥലത്ത് അമേരിക്കയുടെ ബേസ് ഉണ്ട്. അമേരിക്കയുടെ ബേസ് ഈ സ്ഥലത്തുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് പാൽമേര എന്ന് പറഞ്ഞുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഈ SDFന്റെ ഭാഗത്ത് നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഓയിൽ, കുർദിഷിന്റെ ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ക്രൂഡ് ഓയിൽ എല്ലാം തന്നെ കളക്ട് ചെയ്ത് ഈ റൂട്ടിലൂടെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ അമേരിക്ക അവരുടെ സോൾജേഴ്സുമായിട്ട് ചെറിയൊരു റൈഡിന് പോയതാണ്, ഒരു റിസർച്ച് റൈഡ്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടുന്ന് ISISന്റെ ഭീകരർ ഈ അമേരിക്കൻ ഭടന്മാർക്കെതിരെ വെടിവെക്കുകയും അതിൽ ആദ്യം ട്രംപ് പറഞ്ഞു 2 പേര് കൊല്ലപ്പെട്ടു എന്ന്. ഇപ്പം വാർത്ത വരുന്നത് 4 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്. 4 അമേരിക്കൻ സോൾജേഴ്സ് സിറിയയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ISIS തീവ്രവാദികളാണ് ഇവരെ വെടിവെച്ചിട്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ അമേരിക്കയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ ഉള്ളിലുള്ള തോക്ക് കൾച്ചർ, ഈ തോക്ക് കൾച്ചറിനെ കുറിച്ച് ഇന്ന് ട്രംപ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് ഓർക്കുന്നുണ്ട്, ബറാക് ഒബാമ തോക്ക് കൾച്ചർ അമേരിക്കയുടെ ഉള്ളിൽ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ബറാക് ഒബാമ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിച്ചായിരുന്നു. പക്ഷെ നടന്നില്ല, പരാജയപ്പെട്ടു. പക്ഷേ അതേ ഒരു അവസ്ഥയിൽ ട്രംപ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതേ വൈറ്റ് ഹൗസിൽ വീണ്ടും ട്രംപ് ഇവിടെ ഉണ്ട്. എന്നിട്ട് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഈ തോക്ക് കൾച്ചറിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അമേരിക്കയുടെ ഉള്ളിൽ നിയമം നിർമ്മിക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് ഇന്ന് ട്രംപ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അമേരിക്കൻ സോൾജേഴ്സിനെ ഇപ്പം നീ അവിടെ തീറ്റി പോറ്റി വളർത്തി ഒരു തീവ്രവാദ സംഘടന, ഇതേ സംഘടനയിൽപ്പെട്ടവനാണ് ഈ ISIS എന്ന് പറഞ്ഞ ഇതേ സംഘടനയിൽപ്പെട്ട ആളാണ് അഹമ്മദ് ജൊലാനി. ആ ജൊലാനിയാണ് ഇന്ന് സിറിയ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ തലപ്പത്ത് കൊണ്ട് വെക്കുമ്പോഴേ നമ്മൾ ഇതിനെക്കുറിച്ച് വല്ലാത്ത രീതിയിലുള്ള ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് തീവ്രവാദികളാണ്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ കൊനെഡ്ര മുതൽ അങ്ങ് മേളിൽ ഹെർമോൺ മലനിരകൾ വരെയുള്ള ആ സ്ഥലം എനിക്ക് വിട്ടു തന്നേക്കും, എനിക്ക് നീയുമായിട്ട് ഒരു ഇടപാടും വേണ്ടാന്ന് ഇസ്രായേൽ വിടാപ്പിടിയായിട്ട് നിൽക്കാനുള്ള കാരണം എന്താണ്?
ഈ തീവ്രവാദം അതാണ് പ്രശ്നം. ഇവരുടെ മൈൻഡ് സെറ്റ് തന്നെ വളരെ വളരെ വിചിത്രമായിട്ടുള്ള മൈൻഡ് സെറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്ത് പറയുന്നത്. അതായത് അവര് ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. തെളിവൊന്നും ചോദിക്കാൻ പറ്റില്ല. തെളിവൊക്കെ ആകാശത്താണുള്ളത്. ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മേളിലാണ് തെളിവ്, അല്ലാതെ ഇവിടെ താഴെ തെളിവൊന്നുമില്ല. അപ്പോൾ തെളിവൊന്നും ചോദിച്ച് ഇവിടെ പോകാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇത് അമേരിക്കയുടെ 4 സോൾജേഴ്സ് അവിടെ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതിനെതിരെ അഹമ്മദ് അൽ ഷാറയുടെ നിലപാടെന്ന് പറഞ്ഞാൽ അവൻ ഇരട്ടത്താപ്പിന്റെ ആളാണ്. ഒന്നാമത്തെ കാര്യം, അവൻ അങ്ങോട്ട് സംസാരിക്കും ഇങ്ങോട്ട് സംസാരിക്കും. കാരണം അമേരിക്കയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് റഷ്യയും കൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം അമേരിക്കയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഈ 10-20ഓളം ചെറിയ ചെറിയ ഈ തീവ്രവാദ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് തക്യ എന്ന് പറഞ്ഞ അവരുടെ ഒരു സിദ്ധാന്തത്തിൽ ഊന്നി വിശ്വസിച്ചുകൊണ്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം അമേരിക്കയുമായിട്ട് ഒത്തു നിൽക്കുന്നത് പോലെ ഒരു ഉടായ്പ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അവിടെ 4 സോൾജേഴ്സ്, അമേരിക്കയുടെ സോൾജേഴ്സ് കൊല്ലപ്പെട്ടപ്പോഴത്തേക്കും ഡമസ്കസിന്റെ ഉള്ളിൽ സെലിബ്രേഷനാണ്. ആ സെലിബ്രേഷൻ നടത്തുന്ന വീഡിയോ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെ. ഇത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ HTSൽ തന്നെ ചേർന്ന് നിൽക്കുന്ന കുറേ ഇതര സംഘടനകളുണ്ട്. അവരെല്ലാം തന്നെ വളരെ ഹാപ്പിയാണ്. അവരൊക്കെ തന്നെ നല്ല ഹോളിയും ബക്രീദും എല്ലാം ആഘോഷിച്ച് അവിടെ റോഡ് ഷോ നടത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവരെല്ലാം തന്നെ ഗാസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഗാസയ്ക്ക് വേണ്ടി നിലകൊള്ളും, ഗാസയിലേക്ക് ഇവർ യാത്ര നടത്തും എന്നാണ് പറയുന്നത്. അതായത് ഇവർ ഈ ബൈത്തുൽ മുഖദ്ദസ് അഥവാ അൽ ഖുദ്സ് മോസ്ക് എന്നൊക്കെ പറയുന്ന ഈ ടെമ്പിൾ മൗണ്ടിലേക്ക് യാത്ര നടത്തുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ സിറിയയിലെ അഹമ്മദ് അൽ ഷാര വന്ന ആദ്യത്തെ ദിവസം തന്നെ ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നതാണ്. പിന്നീട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം, കാരണം ഇസ്രായേലിനെ കൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്, ഇവിടെ അവർ ഈ ഹെസ്ബുള്ളയൊക്കെ അടിച്ച് ഒതുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു സപ്പോർട്ടീവാണ്, തൽക്കാലം നമ്മൾ അടക്കി വായിക്കണം, അവിടെയാണ് നമ്മൾ തക്കിയ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തക്കിയ ഉപയോഗിച്ചുകൊണ്ടാണ് അവരിപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവർ പുറത്തു വരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ പതിയെ ഷെല്ല് പൊളിച്ച് പുറത്തു വരുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. കാരണം ഹെസ്ബുള്ളയെ ഇപ്പോൾ നല്ല രീതിയിൽ ഹെസ്ബുള്ളയെ നല്ല രീതിയിൽ അടിച്ച് ഒതുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിലൊന്നും ഹെസ്ബുള്ള തലവെക്കിക്കൊണ്ട് HTSനെതിരെ വരില്ല എന്നാണ് അവരുടെ വിചാരം. ഇസ്രായേലും ഹിസ്ബുള്ളയെ വളരാൻ അനുവദിക്കില്ല, കാരണം ഇസ്രായേലിനും കൂടി ഒരു സെക്യൂരിറ്റി ത്രെട്ടാണിത്. അപ്പോൾ ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇപ്പം സിറിയ ശരിക്കും അമേരിക്കയെ ഒന്നൊരു 50-50 എന്നുള്ള അവസ്ഥയിലും ഇസ്രായേലിൻ്റെ അടുത്ത് കട്ടയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങൾ സ്ഥലം വിട്ടുതരില്ല എന്ന് വളരെ ശക്തമായിട്ട് ഉറപ്പിച്ച് തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിലേക്ക് സിറിയ മാറിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സിറിയയുടെ അവസ്ഥ. അതിനിടയ്ക്കാണ് ഇങ്ങനെ 4 അമേരിക്കൻ സോൾജേഴ്സിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് IS ഭീകരർ. കാരണം ഇതിന് വഴിയൊരുക്കിയതാരാണ്? ഡൊണാൾഡ് ട്രംപ്. വേറെ ആരാണ്? വേറെ ഒറ്റ മനുഷ്യനെ ഇതിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടെ നിലനിൽക്കുന്നെങ്കിലും യൂറോപ്പിനെ മെയിനായിട്ടും ട്രംപ് എതിർത്തിരുന്നത് അവിടെയുള്ള ഇസ്ലാമിക ഭീകരരായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, റെഫ്യൂജികളായിട്ട് അവിടെ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ യൂറോപ്പിന്റെ സിറ്റിസൺഷിപ്പ് വാങ്ങിച്ചുകൊണ്ട് ഈ യൂറോപ്യൻസ് എന്നുള്ള നിലയിൽ അമേരിക്കയിലേക്ക് കടന്നു കയറും. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദം അമേരിക്കയുടെ ഉള്ളിലേക്ക് കടന്നു വരണ്ട എന്നുള്ള നിലപാടാണ് ഈ ഇവാഞ്ചലിസ്റ്റ് കളി കളിക്കുന്ന JD വാൻസ്, ഡൊണാൾഡ് ട്രംപ്, ഇമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉള്ളത്. ഇതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. യൂറോപ്പ് ഇമിഗ്രന്റുകൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള കൂടുതൽ ബന്ധം വേണ്ട എന്നാണ് അമേരിക്കയുടെ തീരുമാനം. അതൊരു സൈഡിൽ നിൽക്കെ ഇപ്പം ഞാൻ അടുത്ത് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ട്രംപ് ഒരു സൈഡിൽ ഈ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണെന്ന് തോന്നും. പക്ഷേ മറ്റേ സൈഡിൽ വലിയ രീതിയിലുള്ള ലൂപ്പ് ഹോളാണ്, ഒരു സൈഡിൽ വലിയ രീതിയിലുള്ള അബദ്ധങ്ങളാണ് ട്രംപ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ആ അബദ്ധങ്ങളാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം. ഈ ലോകത്ത് ഈ അറബ് രാജ്യത്ത് നിന്ന് പോകുന്ന തീവ്രവാദിയെക്കാളും ഏറ്റവും മുന്തിയ തീവ്രവാദിയാണ് പാകിസ്ഥാനിൽ നിന്ന് പോകുന്നത്. ഇത്തരത്തിൽ അവരെ തടയുന്ന രീതിയിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇതേ ഹമാസൊക്കെ പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ നിന്ന് അമേരിക്കയിൽ വരില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപിന് പല ഏരിയകളിലും പാളിച്ചകൾ പറ്റുന്നുണ്ട്. ആ പറ്റുന്ന പാളിച്ചകൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് അമേരിക്കയുടെ ഉള്ളിൽ ഇതേപോലെ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാരണം വെച്ചാൽ അമേരിക്കയുടെ ഉള്ളിൽ ഒരു കോളേജ്, റോഡ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, റോഡ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പരീക്ഷ നടക്കുന്നുണ്ട്. ബ്രൗൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഈ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുത്തൻ തോക്കുമായിട്ട് കടന്നു കയറി അകത്തോട്ട് വരികയാണ്. കാണുന്നവരെയൊക്കെ വെടിവെക്കുന്ന സാഹചര്യമാണ്. ചിലർക്കൊക്കെ നല്ല രീതിയിലുള്ള ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ആരും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത, പക്ഷേ ഇതിനകത്ത് ആരും മരണപ്പെട്ടതായിട്ടുള്ള വാർത്തയൊന്നും പുറത്തു വന്നിട്ടില്ല. അതേസമയം ഈ കുട്ടികളെല്ലാം തന്നെ ഈ വെടിവെച്ച കേട്ടപാട് തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് കഥവൊക്കെ അടച്ചിട്ട് സെക്യൂർ ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറിപ്പോയതായിട്ടും ഇമീഡിയറ്റ് ആയിട്ട് സെക്യൂരിറ്റി ഓഫീസേഴ്സ് അഥവാ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്ന് ഈ തോക്ക് കൊണ്ട് അകത്ത് കയറി വന്നവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 5 മണിക്കൂറോളം അവിടെ ഫൈറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 5 മണിക്കൂറോളം ഇവനുമായിട്ട് കൺഫ്രന്റേഷൻ നടത്തി ഇവനെ കീഴ്പ്പെടുത്തിയതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പം ഇതാണ് നിലവിലെ അവിടുത്തെ അവസ്ഥ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനെ തുടർന്നാണ് തോക്ക് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ദുഃഖിതനായി അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ എല്ലാവരും തോക്ക് വെച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ എത്ര പേര് ഈ തോക്കെടുത്തുകൊണ്ട് പോയി വെടിവെക്കുന്നുണ്ട്? തീവ്രവാദികൾ അവിടെ വന്ന് പൊട്ടിത്തെറിക്കുന്നുള്ളതിലുപരിയായിട്ട് ഈ തോക്ക് കൾച്ചറൊന്നും നമ്മുടെ നാട്ടിലില്ല. മനുഷ്യന്മാർ ജീവിക്കാൻ തോക്കിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അമേരിക്കയെ തൊലയ്ക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ട്രംപാണ്. കാരണം ട്രംപിന് എവിടെ നിന്ന് തീവ്രവാദം വരുന്നോ ആ തീവ്രവാദികളെ തീറ്റിപ്പോറ്റിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തീവ്രവാദികളല്ലാത്ത ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്.
പിന്നെ എങ്ങനെയാണ് അമേരിക്കയുടെ ഉള്ളിൽ ഭീകരവാദം വളരാതിരിക്കുന്നത്? അമേരിക്കയുടെ ഉള്ളിൽ മാത്രമല്ല, അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളും അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ നമ്പർ 1 പാകിസ്ഥാൻ, നമ്പർ 2 ഈജിപ്റ്റ്. അവിടെയാണല്ലോ ഇതിന്റെ തുടക്കം, ഈ ബ്രദർഹുഡിന്റെ തുടക്കം തന്നെ അവിടെയാണ്. ഇവരൊക്കെ അമേരിക്കയുടെ സുഹൃത്തുക്കളാണ്. ഇനി അത് കഴിഞ്ഞ് നോക്കിയാൽ വഹാബിസം, ഈ വഹാബിസത്തിന്റെ ആൾക്കാർ എവിടെ നിന്നാണ്? സൗദി അറേബ്യ. സലഫിസം, ഇതെല്ലാം അവിടെ തന്നെയാണ്. മുജാഹിദ്, യുവമാരെല്ലാം ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണ്. ഇവർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ ഡോളേഴ്സ് വളമിട്ട് കൊടുക്കുന്നതാണ് അമേരിക്കൻ ഭരണകൂടം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിറിയ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് സിറിയക്കുള്ളിൽ ഈ ഒരു സ്ഥലത്ത് പോകരുതെന്നും അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഇന്നലെ പൊട്ടിമുളച്ച സിറിയയുടെ ഇന്റലിജൻസ് കൊടുത്തതായിട്ടുള്ള വിവരമാണ് അഹമ്മദ് അൽ ഷാര ഷെയർ ചെയ്യുന്നത്. നാണമില്ലേ അമേരിക്കയ്ക്ക് ഒരു ഇന്റലിജൻസ് ഉണ്ടല്ലോ. അമേരിക്കൻ ഇന്റലിജൻസിന് ഇതൊന്നും അറിവില്ലേ? അമേരിക്കൻ ഇന്റലിജൻസിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ സിറിയൻ ഇന്റലിജൻസ് വളർന്നോ? ഇതൊക്കെയാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. അത് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. സിറിയ ബേസിക്കലി ഒരു തീവ്രവാദികളുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു രാജ്യമാണ്. അവിടെ ഇപ്പൊ തലപ്പത്തിരിക്കുന്നത് തന്നെ ഇന്ന് അമേരിക്കൻ സോൾജേഴ്സിനെ വെടിവെച്ച് കൊന്ന അതേ തീവ്രവാദികളുടെ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്നവനാണ് ഇന്ന് സിറിയയിലെ കസാരയിലിരിക്കുന്നത്. എന്നിട്ടാണ് അമേരിക്ക ഇമാതിരിപ്പെട്ട കോമഡിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, എന്തായാലും അനുഭവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ഇതിനെക്കുറിച്ചുള്ള താക്കീതും വാണിംഗ് ഒക്കെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൻ റഷ്യയിൽ പോയി ഫൈറ്റ് ചെയ്തിട്ട് മടങ്ങി വരുന്ന അവരുടെ യൂണിറ്റ്, നോർത്ത് കൊറിയയുടെ യൂണിറ്റ്, അവർ കേഴ്സ്ക് ഭാഗത്ത് ഉക്രൈനെതിരെ റഷ്യക്ക് അനുകൂലമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് മടങ്ങി വരുന്ന ആൾക്കാരെ ഹാർട്ട്ലി വെൽക്കം കൊടുത്ത് സ്വീകരിക്കുന്ന രംഗമാണ് ഇവിടെ വീഡിയോ ആയിട്ട് വെച്ചിരിക്കുന്നത്. അവർ ഇന്നലെയാണ് നോർത്ത് കൊറിയയിൽ വന്ന് ഇറങ്ങിയത്. മടങ്ങി വന്നവരെ ഓരോരുത്തരെയും ഭയങ്കരമായിട്ട് ഹാർട്ട് ഫെൽറ്റ് കൺഗ്രാജുലേഷൻസ്, അപ്രിസിയേഷൻസ് ഒക്കെ കൊടുത്ത് അവരുടെ രാജ്യത്തിന്റെ കിം ജോങ് ഉൻ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു റെവല്യൂഷന്റെ പാതയിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. പുള്ളിയെക്കുറിച്ച് പല വാർത്തകൾ വരുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ്. പുള്ളി ഓരോ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് പോയി കാണുന്നത് പോലെയും, അതായത് പാഡി ഫീൽഡിൽ നേരിട്ട് ഇറങ്ങി പോകുന്നത് പോലെയും, അതുപോലെ തന്നെ ബാഗ് മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിലും എന്ത് മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിലും അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഹാൻഡ് ടച്ച് പുള്ളി പോയി ഒന്ന് തൊട്ട് നോക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് എങ്ങനെയാണ് നടക്കുന്നത്, കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നടക്കുന്നുണ്ടെന്നുള്ളതിന്റെ നേരിട്ടുള്ള വിലയിരുത്തൽ നടത്താൻ വേണ്ടിയിട്ട് പല മേഖലകളിലും പോയി സന്ദർശിക്കുന്നതായിട്ടുള്ള ടിക്ടോക്ക് വീഡിയോകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ അത് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് തന്നെ ഒരു 3-4 എപ്പിസോഡ് ഇടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടൻ ഷോർട്ടായിട്ട് നിർത്തുകയാണ്. നിലവിൽ അതായത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 സോൾജേഴ്സ് കൊല്ലപ്പെട്ട വിഷയം തികച്ചും ഇതൊരു തീവ്രവാദ ആക്രമണമാണ്. അപ്പൊ അമേരിക്കയ്ക്ക് നേരെ നടന്ന തീവ്രവാദ ആക്രമണവും അമേരിക്കയുടെ ഉള്ളിലെ കോളേജിനുള്ളിൽ നടന്ന ഒരു വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.